ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ GS ബ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഒരു വീഡിയോ ഞാനിങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. എന്തിനാണ്, അവരുടെ ജോബാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അവരെ വെറുതെ നമ്മൾ ഒന്നും ചെയ്യണ്ടല്ലോ. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും പറ്റിക്കപ്പെടരുതേ എന്ന് എനിക്ക് ഒരാഗ്രഹം ഉള്ളിൽ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത്. നമ്മളെല്ലാവരും മേക്കപ്പ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ എന്നാലും പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് ചാനൽ, അതായത് യൂട്യൂബ് ചാനലുകാർക്ക് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ മേക്കപ്പ് പ്രോഡക്റ്റുകൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പകുതി മുക്കാന്നൊന്നും പറയാൻ പറ്റില്ല, 90% ഫേക്കാണ്. അതുകൊണ്ട് നിങ്ങളാരും ദൈവത്തെ ഓർത്ത് വാങ്ങി നിങ്ങളുടെ സ്കിന്നിൽ ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഉടനെ ചോദിക്കാം, നിങ്ങളെല്ലാവരും ചോദിക്കുമായിരിക്കും, ഞങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം. ചിലവരങ്ങനെയാണ് കേട്ടോ. ചില മെസ്സേജുകളൊക്കെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. എല്ലാവരും അല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നു മക്കളെ, നമ്മുടെ ഈ പരസ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇത് കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നല്ലതായിരിക്കാം. പക്ഷെ നമ്മളത് വാങ്ങാൻ പോകുമ്പോൾ അവിടെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് പൈസ കൊടുത്തിട്ടാണ് ഈ ഒരു പ്രൊമോഷൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് യൂട്യൂബിൽ. വളരെ നിങ്ങളധികം ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു മെസ്സേജാണ്. നിങ്ങൾക്കത് ഞാനിവിടെ വീഡിയോ കൊടുക്കാത്തതാണ്. വേണ്ട, എന്തിനാണ് മറ്റുള്ളവരെ എടുത്ത് നമ്മൾ വെച്ച് പറയുന്നത്? നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായം പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇതിന് പ്രൂഫൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. കാരണം എൻ്റെ സ്വന്തം അഭിപ്രായമാണ് പറയണം. ഞാൻ യൂട്യൂബിൽ കണ്ട കാര്യമാണ്. നിങ്ങൾ അത് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറിച്ച് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളാരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ. അത്ര മാത്രമേ എനിക്ക് ഇതിൽ നിങ്ങളോട് പറയാനുള്ളൂ. കാരണം വെറും ഫേക്കാണ്. മുഖത്തിട്ടിട്ട് മുഖമെല്ലാം ചുക്കി ചുരുങ്ങി കറുത്ത് അത് പൊള്ളലേറ്റ ഒരവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ് ഇന്ന് യൂട്യൂബിൽ നിൽക്കുന്ന പലരും. അവരെ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ട്, സ്കിന്നിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട്. അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പ്രോഡക്റ്റുമായിട്ട് വരുന്നവരെ, അതായത് പ്രൊമോഷനുമായിട്ട് വീഡിയോ ചെയ്ത് വരുന്നവരെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരിട്ട് ചെന്ന് അന്വേഷിച്ച് അത് വാങ്ങി ഉപയോഗിക്കുക എന്നത് മാത്രമേ എനിക്കിപ്പോൾ നിങ്ങളോടത് പറയാനുള്ളൂ. മാക്സിമം ഉപയോഗിക്കാതിരുന്ന അത്രയ്ക്കും നല്ലത് കേട്ടോ. ഞാൻ ഉപയോഗിക്കാറില്ല, അങ്ങനെ വേറെ ഒന്നുമില്ല. ഞാൻ പൗഡർ ഉപയോഗിക്കാറുണ്ട് ചില സമയങ്ങളിൽ. പിന്നെ ഒരു ഐലൈനർ, അത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. വേറെ വലിയ മേക്കപ്പൊന്നും ഞാൻ ചെയ്യാറില്ല. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നൊന്നും പറയുമ്പോൾ മനുഷ്യൻ്റെ കാര്യമല്ലേ, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നാൽ ചിലപ്പോൾ ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ. അത് നമുക്കിപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും എനിക്ക് ഏതെങ്കിലും സമയത്ത് എനിക്ക് എവിടെയെങ്കിലും വെച്ച് ഉപയോഗിക്കേണ്ടി വന്നാൽ, അപ്പോൾ ചേച്ചി അന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ അവസാനം ഉപയോഗിക്കേ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയാം. മനുഷ്യനല്ലേ, പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതാണ്. ചില സമയങ്ങളിൽ കല്യാണ വീടുകളിലൊക്കെ പോകേണ്ടി വരികയാണെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ക്രീം നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ്. അത് ചില സമയങ്ങളിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട്. കല്യാണങ്ങൾക്കോ എവിടെയെങ്കിലും ദൂരയാത്രകൾക്കൊക്കെ പോവേണ്ടിയൊക്കെ വരികയാണെങ്കിൽ മാത്രം. അല്ലാതെ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരാളല്ല, അങ്ങനെ സ്ഥിരം മേക്കപ്പ് ഇടുന്ന ആളല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് ഓൾറെഡി മനസ്സിലാവും. ഞാൻ അങ്ങനെ ഇടില്ല എന്ന് പറയാനല്ല ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ പ്രൊമോഷന് വേണ്ടി ആൾക്കാർ പറ്റിക്കപ്പെടരുത്. ജനങ്ങൾ പറ്റിക്കപ്പെടരുത്. പ്രൊമോഷൻ വീഡിയോസ് കണ്ട് നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോയുമായിട്ട് വന്നത് നിങ്ങളുടെ മുന്നിൽ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് വിശ്വസിക്കുക. ഓക്കെ.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. ഓക്കെ, ബായ്.